അപ്പൊ അത് എന്ത് പ്രശ്നമുള്ള സ്കിറ്റ് നമ്മൾ സെറ്റപ്പ് ആയിരിക്കും. അത് സെറ്റപ്പ് ആയിരിക്കും. അത് ടൈമിങ്ങിൽ പക്ക സംഭവമായിരിക്കണം. അല്ല അത് ഞാൻ ചെയ്തോളാം, നമുക്ക് പറഞ്ഞിട്ടില്ല. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ റിഹേഴ്സൽ ചെയ്യണോ? ഇല്ല അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഒറ്റടക്കൽ സംഭവം പോകും. ചേട്ടാ ഇതോ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ചേട്ടൻ നീ ഒറ്റയ്ക്കെന്ന് വർത്താനം പറയുന്നേ? ഒറ്റയ്ക്കാ? ആ, കൂടെയുള്ള ആളൊന്നും വന്നില്ലേ? ഞങ്ങള് രണ്ടുപേരുണ്ട്. എവിടെ രണ്ട് ചേട്ടാ? ആള് നിൽക്കുന്നത് കണ്ടില്ലേ? എവിടെ ആള്? അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. എടാ നിനക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ, വേറെ ആർക്കും എന്നെ കാണാൻ പറ്റൂല. നീ ഇതെന്താണ് ഈ പറയണത്? ഞാൻ ഭൂതമല്ലേ, വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസമല്ല. എന്ത് കാര്യം ചെയ്യും, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. ചേട്ടാ എന്തോ ചേട്ടന് തോന്നാണ്. ചേട്ടനൊന്ന് ഇങ്ങനെ ഇതൊന്നും വെച്ചിട്ട് കാര്യമില്ല. ആളുണ്ട്, പുറകെ നിൽക്കുന്നു. ഇല്ല ചേട്ടാ, ചേട്ടന് തോന്നുന്ന ചേട്ടാ. ഞാൻ പറയുന്നല്ലേ ചെയ്യാ. ഒന്ന് കണ്ണടച്ചിട്ട് ഇനി തുറന്ന് ചുറ്റും നോക്കിക്കേ. ഇവിടെ ആരെയും കാണുന്നില്ല. ഞങ്ങളാരെയും കാണുന്നില്ല. ചേട്ടൻ എന്താ പറ്റിയേ? എന്ത് ചെയ്യുന്നു പറഞ്ഞു കൊടുക്കും, ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് സ്കിറ്റ് ആരുടെ കൂടെയാണ് കളിക്കാൻ പോകുന്നേ? ഞാനും ഭൂതവും കൂടി. ഭൂതോ? ആ, ഇവിടെ ഒരു ഭൂതത്തിപ്പെട്ടത്. എന്നാ അതൊന്ന് കറക്കുന്നൊന്ന് കാണാനോ? ഭൂതമേ, നീ ഒന്ന് ഭൂതം ഇത് കറക്കട്ടെ. ഭൂതം ഉണ്ടെങ്കിൽ ഭൂതത്തിനോട് പറയണം നമ്മുടെ ഈ സാധനം കറക്കണം. അത് അങ്ങോട്ടേക്ക് കറക്കുമ്പോ അറിയാലോ ബാക്കി പൈസ വരുന്ന. ചേട്ടൻ രണ്ട് കൈയും പൊക്കി നിന്നേ. ഞാനോ? ആ, ഒരു കാലും പൊക്കി നിന്നേ. ഈ പറയുന്ന ഭൂതത്തിനോട് പറ, ഒന്ന് കറക്കാൻ പറ. പറയാം. ഭൂതമേ, ഞാൻ പറഞ്ഞു കേട്ടല്ലേ, നീ കൃത്യമായിട്ട് കറക്കി ഒരു 10,000 അങ്ങോട്ട് വീഴ്ച. എന്നാലും നീ വിശ്വസിക്കുള്ളൂ. ഓ, കറക്കൂ. കറങ്ങി 10,000. പക്ഷെ ഭൂതത്തിന് കണക്കറിയില്ലെന്ന് തോന്നുന്നു. കണക്കറിയില്ലെന്ന് തോന്നുന്നു. 2,000 കിട്ടി. എന്റെ ഭൂതം പോയോ? വാനിഷായോ? ഇല്ലില്ല, ഭൂതം ഇവിടെ തന്നെ നല്ല പണിയാട്ടാ കാണുന്നത്. കളിച്ചു കയറ്റും. ഓക്കെ ഭൂതം എന്താ പറഞ്ഞേ? ഞങ്ങൾ സ്കിറ്റ് കളിച്ച് കയറ്റിക്കോളാം. ആണോ? അല്ല, വേറൊരു സംശയം ചോദിച്ചിട്ടെ, ഇപ്പൊ ഞങ്ങക്ക് കാണാൻ വേണ്ടി പിന്നെ ഞങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കൂ? സ്കിറ്റ് കളിക്കുമ്പോഴെങ്കിലും നീ പ്രത്യക്ഷപ്പെടുവാ. ഓക്കെയാണ്. അപ്പൊ ചേട്ടാ ഓൾ ദി ബെസ്റ്റ്. ഭൂതം എവിടെയാന്ന് പറഞ്ഞാൽ ഒന്ന് ഓൾ ദി ബെസ്റ്റ് കൊടുത്തേക്ക്. പറഞ്ഞാ മതി കേട്ടോ. ശരി, ഓക്കെ. എന്റെ ദൈവമേ, വയസ്സ് 10-60 ഇനിയെങ്കിലും പണിക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചോറ് തരികയെന്ന് അമ്മച്ചി പറഞ്ഞേക്കണത്. 2 വെട്ടി വെട്ടിയിട്ട് 2 പ്ലേറ്റ് ചോറ് തിന്നണം. നല്ല കപക്കെട്ടുണ്ടല്ലേ? എന്നാ ചുമയാ ചോദിക്കണത്? ഇങ്ങനല്ല, മാളാരവിന്ദന്റെ ചിരി ഇങ്ങനല്ല. ഫിഗർ പക്ക. എന്റെ ഗ്രൂമർ കർഷക, ഞാനിവിടെ താരവിളിയാട്ടത്തിന് വന്ന കണ്ടസ്റ്റന്റ് അല്ല, ഞാനാണ് ഭൂതം. അവരോട് പോകാൻ പറ. കണ്ണൻകുട്ടന് പേടിയാ. എടാ നീ ഭൂതമല്ലേ? ഞാനാണല്ലേ ഭൂതം. പക്ഷേ ആരെങ്കിലും ഈ ഭൂതം എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര പേടിയാന്ന്. എങ്ങനെയാണെങ്കിൽ നീ പേടിയാണെങ്കിൽ നീ ഭൂതം എന്നുള്ള വിളി മാറ്റിട്ട് വേറെ എന്തെങ്കിലും വിളിക്ക്. പിന്നെ ഭൂതത്തിന് ഭൂതം എന്നല്ലാതെ കേസ് പ്രസാദ് എന്ന് വിളിക്കാൻ പറ്റൂ. ഞാനാണ് ഭൂതം. നിന്റെ കൂടെ ഉള്ള 2 പേരെന്തേ? അതായിരിക്കും ഭാവിയും ഭർത്തമാനും. അവരെ കൈനോട്ടക്കാരി കൊണ്ടുപോയി. എന്നാലും എനിക്ക് വിശ്വാസം വരുന്നില്ല. ഭൂതാവുമ്പോ പല്ലിറങ്ങി വന്നേനെ. പിന്നെ ഇറങ്ങി വരാനായിട്ട് എന്റെ വല്ല വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കല്ലേ. കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ കുപ്പിന്ന് വന്ന ഭൂതോടത്ത്. പിന്നെ ഞാനത് കണ്ടുപിടിക്കാനായിട്ട് നീ ഗൾഫിൽ നിന്ന് വന്ന ചിറ്റപ്പനല്ലേ? എവിടെ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ടായി. എന്നാണ് നോക്കണത്? ഞാനൊരു ഇറുക്കിലി എപ്പിയതാ. എന്തിനാണ്? നാക്ക് പഠിക്കാനാണോ? അല്ലല്ല, നിന്നെ തിന്ന് കഴിഞ്ഞിട്ട് എന്റെ പല്ലിന്റെ ഇട കുത്തിയിരിക്കാനായിട്ട്. ഒന്ന് പോയടാ, എനിക്ക് ഒരുപാട് പണിയുണ്ട് ഇവിടെ. നീ ഒന്ന് പോയേ. ഇനി മുതൽ നിങ്ങൾ കഷ്ടപ്പെടണ്ട. അങ്ങ് പറയുന്നത് ഞാൻ എന്തും കേൾക്കും. ഇത്ര അടുത്ത് നിന്നിട്ട് പറഞ്ഞിട്ട് കേൾക്കാൻ പറ്റില്ല. പിന്നെയാണ് അങ്ങ് പോയെന്ന് പറയാൻ പോണത്. അയ്യോ, അങ്ങ് പോയി പറയണതല്ല. പിന്നെ ഈ അങ്ങ് പറയണത് ഞാൻ എന്തും കേൾക്കും. ഞാൻ പറയണത് നീ എന്ത് കേൾക്കും? പിന്നെ പറയണത് എന്തും കേൾക്കും. എനിക്ക് ചെവിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ എന്ത് പറഞ്ഞാലും നീ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സാധിക്കൂല. അത് രാവിലെ തന്നെ ഒരു കട്ടൻ ചായയും 2 കട്ടൻ പീടിയും തന്നാ ഈ പറമ്പിൽ ഓടി നടന്ന് ഞാൻ സാധിക്കും. അയ്യോ, അതല്ല ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന നീ സാധിച്ചു തരുവോ? നടപ്പാക്കി തരുവോ? അതിനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് മുതൽ ഞാൻ അങ്ങയുടെ അടിമയാണ്. ഇത് പുലിമുരുകനാണ്. ചേടാ, കയ്യിൽ നിട്ടതാ. ഈ മോഹൻലാലുകാരൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. പഴയത് തന്നെ പിടിക്കാം. ഇന്ന് മുതൽ ഞാൻ അങ്ങയുടെ അടിമയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നോട്ട് നീ എന്നെ യജമാനൻ എന്ന് വിളിക്കണം. അത് പിന്നെ അങ്ങനെയല്ലേ വിളിക്കുള്ളൂ. ഭൂതമേ വിളിച്ചോ മനോജോമ? മനോജ് ഗോമേ അല്ല സനോജോമ. എടാ യജമാനൻ. എന്നെ മന എന്നൻ മോഹൻ. പിന്നെ വിളിച്ച കാര്യം പറയുന്നേ. നീ എത്രയും പെട്ടെന്നൊരു മണിമാളിക എനിക്ക് പണിഞ്ഞു തരൂ. പണിഞ്ഞത് തന്നെ.
ബാക്കിയുള്ളവര് സ്വന്തമായിട്ട് കയറി കിടക്കാനായിട്ട് ഒരു ലൈഫിന്റെ 10 രൂപ വീട് പോലും ഇല്ല. അതാണ് ഈ കുപ്പിയിലും കുടത്തിലും കിടക്കുന്നത്. അപ്പോഴാണ് അവര് മാളിക പണിഞ്ഞു കൊടുക്കാച്ചിട്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, മറ്റുള്ള ഭൂതങ്ങളോട് പറയണോട്ട് മാളിക വേണം, സ്വർണം വേണമെന്നൊന്നും എന്നോട് പറയരുത്. ഞാൻ എന്തെങ്കിലും പണിയെടുത്ത് സഹായിച്ചു തന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് പറ്റിയ ഒരു പണി ഞാനങ്ങ് പറയാം. ആജ്ഞാപിച്ചാലും സുജമാമ. സുജമാമനാ? ശശിമാമ. യജമാനൻ. എടാ അത് ഞാൻ ശരിയാക്കിക്കോളാം. പക്ഷെ അവിടെ ഇവിടെ ചെറിയ അക്ഷരങ്ങളുടെ പശു എന്റെ ദൈവം, ഇവനെ കൊണ്ട് ഞാൻ സാറേന്ന് വിളിപ്പിക്കാൻ എന്റെ ഭാഗ്യം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടെ ഇങ്ങനെ കിളയ്ക്കുന്ന സമയത്ത് ആ ചാഞ്ഞ് നിൽക്കുന്ന വാഴയ്ക്കൊരു താങ്ങ് കൊടുത്തേ. മഹാഭാവി, കൊലക്കാതിക്കുന്ന വാഴയാണോ നീ മറിച്ചിട്ടത്? ശശിമാമനല്ലേ പറഞ്ഞത് വാഴയ്ക്ക് താങ്ങ് കൊടുക്ക. ഞാൻ അവന്റെ അടിവയറ്റിൽ തന്നെയല്ലേ താങ്ങി എടുത്തത്. ശശിമാമനല്ലടാ യജമാനൻ. സുജമാമ. സുജമാമനല്ല യജമാനൻ. ഞാൻ ശരിയാക്കിക്കോളാന്ന്. നീ ഒരു കാര്യം ചെയ്യുന്ന, നീ ഈ തൂമ്പ പിടിച്ചേ, അല്ല നീ ഇവിടെ നിന്ന് കിളച്ചേ, വാഴയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറയും നല്ല കാര്യങ്ങളേ. പിന്നെ കൊലക്കാൻ നിൽക്കണ വാഴയൊന്നും നശിപ്പിക്കരുത്. ഇല്ലില്ല. അത് ശരി, നീ ഇവിടെ കിളക്കുവാണോ ഭൂമിക്ക് ഷേവ് ചെയ്ത് കൊടുക്കുവാണോ? ഷേവ് ചെയ്ത് കൊടുക്കേ. എല്ലാ പണിയാണോ നീ കാണിക്കുന്നത്? എല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനിത് എന്ത് നീ ചെയ്യാനാ? ഇതൊക്കെ ഈ വക പണിയൊക്കെ പറഞ്ഞാൽ നിന്റെ വീട്ടിൽ ആരും ഇല്ലേ? പിന്നെ എന്റെ അമ്മാവനുണ്ടായിരുന്നു. അമ്മാവൻ എന്ത് ചെയ്യുന്നു? അമ്മാവൻ ചൈനയിൽ പോയി. അപ്പൊ അമ്മായി അമ്മായി ചമ്മി പോയി. അമ്മാവനെ ചൈനയിൽ പോയപ്പോ കൊണ്ടുപോകാന്ന് പറഞ്ഞതാ, അമ്മായിനെ കൊണ്ടുപോയില്ല. അല്ലല്ല, പ്രഷർ കുറഞ്ഞതാ. പിടിക്ക് ചോദിക്കാതെ ഒരു കൊച്ചിന്റെ പെൻസിൽ പോലും ഞാൻ എടുക്കാറില്ല. പിന്നെ ഇൻസുലിൻ. ഞാൻ പെൻഷൻ ഇൻസുലിൻ പ്രാസ കോമഡി ആയിട്ട് ഇറങ്ങിയേക്കാണ്. എടാ നീ ഒരു കാര്യം കേൾക്കണം. കഴിഞ്ഞ ദിവസം കല്യാണ വീട്ടില് ഞാനൊരു കോമഡി പറഞ്ഞിട്ടുണ്ടല്ല എന്റെ പൊന്നോ. ആ കോമഡി കേട്ടാ നീ ഇവിടെ ചിരിച്ച് ചാകും. എന്നാ കോമഡി പറയും. ഞാൻ 3000 വർഷമായിട്ട് കുപ്പിക്കാത്തല്ലേ, ഒന്ന് ചിരിക്കട്ടെ. ഇവിടെ എല്ലാരും സൈലന്റ് ആയിട്ട് ഊണ് കഴിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്നു. ആ സമയത്താണ് ഞാൻ ഫ്രഷ് കോമഡി കൊണ്ട് കിട്ടിയത്. ചെറുക്കന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, ഇത് കല്യാണ വീടാണ്, തീറ്റ മത്സരമല്ല. കാണിക്കണെന്ന് ഇതിലും ഭേദം ഞാൻ ആ കുപ്പിക്കാത്തന്നെ തിരിച്ചു കയറുന്നതാ. എടാ ഞാൻ ആ പറഞ്ഞ മീറ്റർ ശരിയായില്ല. അവിടെ പറഞ്ഞ അതേ മീറ്റർ ഞാൻ പറയട്ടെ. വീണ്ടും പറയാൻ പോവേണ സമയം ഉണ്ടോ? പറയട്ടാ. എന്നാ പറഞ്ഞു തോലക്ക്. കല്യാണ വീടാണ്, തീർത്ഥ മത്സരമല്ല. ആ മണ്ണ് കപ്പി ചിരിച്ചതല്ല. എന്റെ ഭൂതഗണങ്ങളെ 3000 കൊല്ലം കുപ്പി കിടന്ന് നരകിച്ചിട്ട് ഇന്നൊന്ന് റിലീസായതാ. അപ്പൊ എന്റെ മുഖത്ത് നോക്കി എന്നെ വിഷമിപ്പിച്ച ഇവന്റെ കുടുംബ പരപരമല്ല നശി. ആരടാ ഇവിടെ തന്നെ മൂത്രം ഒഴിച്ചിട്ട്? ഞാനിവിടെ പട്ടീനെ അഴിച്ചു വിട്ടായിരുന്നു. പക്ഷെ എന്നാ അവിടെ ഒരു ബോർഡ് വെക്ക്. എന്ത്? ഇനി ഒരു പട്ടി മേലാൽ അവിടെ മൂത്രം ഒഴിക്കരുത്. ഞാൻ മൂത്രം ഒഴിക്കത്തില്ല. അപ്പൊ ആ പട്ടി ഏതാണെന്ന് മനസ്സിലായില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി, നിനക്ക് ഈ അശരീരി അങ്ങനെയുള്ള സംഭവങ്ങൾ നിനക്ക് ഇല്ലേ? ഇവിടെ വരേണ്ട സമയം കഴിഞ്ഞു പോയി. അതാണ് കുഴപ്പം. ഇവിടെ വരുന്നില്ല. നിന്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നു. അന്നാ ഒരു 299 റീചാർജ് ചെയ്ത് കൊടുക്ക്. ഞാൻ പൊന്നതാവേ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഗന്ധർവനും കുന്തറവനും ഒന്നുമല്ല, ഞാൻ ഭൂതോ. ഇത് ഏതാ ജില്ല? ഇത് ആലപ്പുഴ ഇല്ല. അപ്പൊ ഗന്ധർവൻ ഏത് ജില്ലയിലാ പറഞ്ഞിട്ടത്? ഗന്ധർവനെ ശൗച്ചിട്ട് മലപ്പുറം ജില്ലയിലേക്കല്ലേ വിട്ടാക്കണം. നിങ്ങൾ അവിടെ പോയി നോക്കുന്നേ. അയ്യോ സോറി ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണ്. സോറി കേട്ടോ. അതെ കുഴപ്പമില്ല. ഭൂതം, നിങ്ങളെ കണ്ട സ്ഥിതിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു വീടിന് ആപ്ലിക്കേഷൻ വെച്ചിരുന്നില്ലേ? 3000 കൊല്ലത്തിന് മുമ്പ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടിയായിരുന്നു. നിങ്ങൾക്ക് 1 കോടിയുടെ ഒരു വീട് അപ്രൂവൽ ആയിട്ടുണ്ട്. അതെ. അപ്പൊ ഓക്കെ. കോളടിച്ചല്ലാതെ 1 കോടി രൂപയുടെ വീട് നമ്മക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ലെന്ന്. നമ്മൾ 3000 കൊല്ലോട്ട് ഈ കുപ്പി തന്നെയല്ലേ കിടക്കുന്നത്. എനിക്ക് കുപ്പിയാണ് ഇഷ്ടം. ഞങ്ങളെ പോലുള്ള ഭൂതങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുക്കും. എന്റെ പേര് സുഗണൻ എന്നാണെങ്കിലേ നാട്ടുകാരും വീട്ടുകാരും പാവപ്പെട്ടവ എന്നാ വിളിക്കുന്നത്. ആണോ? എന്നാ പിന്നെ ഞാൻ വേറെ ആളുകൾ കൊടുക്കുന്നതിനാ ധരിക്കാൻ വീട് തന്നാ പോലെ. പിന്നെ വേറെ കേസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് പേപ്പറിലൊക്കെ ഒപ്പിടണം. കാരണം അശരീരി ബാങ്കിൽ കൊടുത്തിട്ട് അവിടെ പാസ്സാക്കിയതിന് വേഗം ദൈവമേ, 1 കോടി രൂപയുടെ വീടാ നമുക്ക് കിട്ടാൻ പോണത്. പേനും പേപ്പർ ഞാൻ സ്റ്റോപ്പ് ലോക്കി കൊണ്ട് തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, ഒപ്പിട്ടോ. കൊള്ളാം. അപ്പേ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്.
അപ്പൊ വീട് നാളത്തെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരും കേട്ടാ എന്നാ പോയിക്കോട്ടെ മാമ. മാമന ഇനിയെങ്കിലും യജമാനാന്ന് വിളിക്ക്. അയ്യ അങ്ങനെയല്ല, പോയിക്കോട്ടെ സുഗുണം മാമ. സുഗുണം മാമന ആ, ഈ വേഷത്തിൽ വന്നിട്ട് എന്നെ മനസ്സിലായില്ലേ? എന്റെ മാമന്റെ പെങ്ങളുടെ ഒരേ ഒരു മകൻ സുശീലനാണ് ഞാൻ. കേട്ടാ മനസ്സിലായില്ലേ? ആ എന്റെ അമ്മയുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തിട്ട് സൂക്ഷിച്ച് ജീവിക്കരുതില്ലേ? ആ ഇപ്പൊ ഈ സ്വത്ത് മുഴുവനും ഞങ്ങളുടെ. അപ്പൊ ഈ അശരീരി വന്നതാ അതാ പ്ലാവിന്റെ മോളേന്ന്. രമേശ ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റാണ് ടയറിൽ പോരെ. സുശീല സുശീലനല്ല, യജമാനൻ.